നരേന്ദ്രമോദി സർക്കാരിന്റേത് ജനവിരുദ്ധ നയങ്ങളെന്ന് സിപിഐഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. മതേതര മൂല്യങ്ങൾ സംരക്ഷിക്കാനുള്ള സഖ്യം പടുത്തുയർത്താൻ പാർട്ടി പ്രതിജ്ഞാബദ്ധമാണ്. പശ്ചിമബംഗാളിലെ സഖ്യങ്ങളെക്കുറിച്ചുള്ള തീരുമാനം പ്ലീനത്തിന് ശേഷം പാർട്ടിയെ ശക്തിപ്പെടുത്താൻ പുതിയ രീതികൾ ആവിഷ്കരിക്കുമെന്നും യെച്ചൂരി വ്യക്തമാക്കി. So we are emphasizing on deepening our contacts with the Indian people through the mass line that the party has adopted, and through such deepening to intensify the struggles, popular struggles, by projecting the alternative policy framework that we have, with an idea of first strengthening the party's own independent strength, on that basis strengthening left unity, and on that basis to forge the unity of left and democratic forces, to project an alternative set of policies. കേരള സിപിഐഎമ്മിലെ വിഭാഗ്യത പൂർണ്ണമായും അവസാനിപ്പിക്കുമെന്ന് സീതാറാം യെച്ചൂരി. വിഭാഗ്യത ഇല്ലാതാക്കുന്നതിൽ വലിയ തോതിൽ പുരോഗതി ഉണ്ടായിട്ടുണ്ടെന്നും യെച്ചൂരി പറഞ്ഞു. Like we fought factionalism to come to the stage of them only being vestigious now. Last time in our report we used to talk about factionalism in Kerala. Now we are talking about vestiges of factionalism in Kerala. An improvement, no? So like that we will improve further when we will not talk about factionalism in Kerala. കൊൽക്കത്തയിൽ നടക്കുന്ന സിപിഐഎം സംഘടനാ പ്ലീനത്തിൽ പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അവതരിപ്പിച്ച പ്രമേയത്തിലും റിപ്പോർട്ടിന്മേലും ചർച്ച പുരോഗമിക്കുകയാണ്. ഇതിന്റെ കൂടുതൽ വിവരങ്ങളുമായി എം സന്തോഷ് ചേരുന്നു. സന്തോഷ്, വിവരങ്ങൾ. മറിയ, വ്യത്യസ്ത ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് ബഹുജന പ്രക്ഷോഭത്തിലൂടെ പാർട്ടിയുടെ സ്വതന്ത്ര ശക്തിയും ഇടത് ഐക്യവും ശക്തിപ്പെടുത്തുന്നതിന് ഊന്നൽ നൽകുന്നതാണ് സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അവതരിപ്പിച്ച സംഘടനാ പ്രമേയം. യെച്ചൂരി അവതരിപ്പിച്ച പ്രമേയത്തിന്മേലും PB അംഗം പ്രകാശ് കാരാട്ട് അവതരിപ്പിച്ച സംഘടനാ റിപ്പോർട്ടിന്മേലുമുള്ള ചർച്ച തുടരുകയാണ്. ഇന്ന് ആരംഭിച്ച ചർച്ച മറ്റന്നാൾ വരെയും തുടരും. സംഘടനാ ദൗർബല്യങ്ങൾ പരിഹരിച്ച് പുതിയ വെല്ലുവിളികൾ നേരിടാൻ പാർട്ടിയെ പ്രാപ്തമാക്കുന്നതിനുള്ള ചർച്ചകളാണ് പ്ലീനത്തിൽ നടക്കുന്നത്. വർഗീയതയും പുത്തൻ സാമ്പത്തിക നയങ്ങളും രാജ്യത്ത് സൃഷ്ടിച്ച അസമത്വങ്ങളാണ് പുതിയ കാലഘട്ടം നേരിടുന്ന വെല്ലുവിളിയെന്ന് പ്ലീനത്തിൽ അവതരിപ്പിച്ച സംഘടനാ പ്രമേയം ചൂണ്ടിക്കാട്ടുന്നു. കടുത്ത ചൂഷണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന വലിയ വിഭാഗം ജനങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയായി മാറാൻ സിപിഎമ്മിന് കഴിയണം. അങ്ങേയറ്റത്തെ അസഹിഷ്ണുത നിറഞ്ഞു നിൽക്കുന്ന ഫാസിസ്റ്റ് ഹിന്ദുരാഷ്ട്രം നിർമ്മിക്കാനാണ് RSSന്റെയും BJPയുടെയും ശ്രമം. ഈ സാഹചര്യത്തിൽ രാജ്യത്തിന്റെ മതേതരത്വവും വൈവിധ്യവും നിലനിർത്താൻ പാർട്ടി പ്രതിജ്ഞാബദ്ധമാണ്. ന്യൂനപക്ഷങ്ങൾ, ദളിത്, ആദിവാസി വിഭാഗങ്ങൾ, ഭിന്നശേഷിക്കാർ തുടങ്ങിയവരോടുള്ള വിവേചനം, ലിംഗ അസമത്വം തുടങ്ങിയ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ടുള്ള സമരങ്ങൾക്ക് നേതൃത്വം നൽകണം. അസംഘടിത മേഖലയിലെ തൊഴിലാളികൾ, കർഷകർ, വിദ്യാർത്ഥികൾ, മധ്യവർഗം, യുവജനങ്ങൾ എന്നിവരെ പാർട്ടിക്ക് ഒപ്പം നിർത്താൻ ആവശ്യമായ ഇടപെടലുകൾ വേണം തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് യെച്ചൂരി അവതരിപ്പിച്ച സംഘടനാ പ്രമേയത്തിലുള്ളത്. ഇതിന്മേലാണ് ഇപ്പോൾ ചർച്ച പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിലെ സാഹചര്യങ്ങളിൽ കാർഷിക മേഖലയിലെ, പ്രത്യേകിച്ചും ഹിന്ദി മേഖലകളിൽ കാർഷിക പ്രക്ഷോഭങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടതുണ്ട്. അത്തരത്തിൽ ആ വിഭാഗങ്ങളുടെ ഇടയിൽ സ്വാധീനം ഉറപ്പിക്കാൻ പാർട്ടിക്ക് കഴിയണമെന്നും ഈ സംഘടനാ റിപ്പോർട്ടും സംഘടനാ പ്രമേയവും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ സംഘടനാ ദൗർബല്യം, പാർട്ടിയുടെ നയങ്ങളും പരിപാടികളും നടപ്പാക്കുന്നതിൽ വന്നിട്ടുള്ള വീഴ്ചകളും പാർട്ടി അംഗങ്ങൾക്കും കമ്മിറ്റികൾക്കും സംഭവിച്ചിട്ടുള്ള ന്യൂനതകളും എല്ലാം തന്നെ ഈ റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് പരിഹരിച്ചുകൊണ്ട് പുതിയ വെല്ലുവിളികൾ ഏറ്റെടുത്ത് പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശക്തമാക്കുകയാണ് ഈ പ്ലീനത്തിന്റെ ലക്ഷ്യം. മറിയ, എം സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. ജവഹർലാൽ നെഹ്റുവിനെയും സോണിയാഗാന്ധിയെയും കടന്നാക്രമിച്ച് കോൺഗ്രസ് മുഖപത്രം. കശ്മീർ പ്രശ്നം വഷളാക്കിയത് നെഹ്റുവെന്നും കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയുടെ പിതാവ് ഫാസിസ്റ്റ് പോരാളിയെന്നും മുഖപത്രത്തിൽ ആരോപിച്ചു. മഹാരാഷ്ട്ര കോൺഗ്രസിന്റെ മുഖപത്രമായ കോൺഗ്രസ് ദർശനിലാണ് നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം. സംഭവത്തിന്റെ പേരിൽ കണ്ടന്റ് എഡിറ്റർ സുധീർ ജോഷിയെ പുറത്താക്കി. കോൺഗ്രസ് പാർട്ടിയുടെ 131 സ്ഥാപക ദിനത്തിലാണ് മഹാരാഷ്ട്ര പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ മുഖപത്രമായ കോൺഗ്രസ് ദർശനിൽ വിവാദ ലേഖനം പ്രസിദ്ധീകരിച്ചത്. മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനും അധ്യക്ഷ സോണിയാഗാന്ധിക്കുമെതിരെ അതിരൂക്ഷ വിമർശനമാണ് ലേഖനത്തിൽ ഉന്നയിച്ചത്. നെഹ്റുവിന്റെ വിദേശ നയങ്ങളും അയൽ രാജ്യങ്ങളുമായുള്ള സമീപനവും പ്രശ്നങ്ങൾക്കു മാത്രമേ വഴിവച്ചിട്ടുള്ളൂവെന്ന് ലേഖനത്തിൽ പറയുന്നു. സർദാർ വല്ലഭായ് പട്ടേലിന്റെ വാക്കുകൾ നെഹ്റു ചെവികൊണ്ടിരുന്നില്ല. ഉപപ്രധാനമന്ത്രി എന്ന നിലയിലും ആഭ്യന്തരമന്ത്രി എന്ന നിലയിലും സർദാർ പട്ടേലിന്റെ അഭിപ്രായങ്ങൾ മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പരിഗണിച്ചിരുന്നില്ല. കാശ്മീർ പ്രശ്നത്തിൽ സർദാർ പട്ടേലിന്റെ വാക്ക് കേൾക്കാൻ നെഹ്റു തയ്യാറാകാത്തതാണ് പ്രശ്നം രൂക്ഷമാകാൻ കാരണമെന്നും ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു.
ചൈന ടിബറ്റ് പ്രശ്നത്തിലും നെഹ്റു ആധിപത്യം പ്രകടമായിരുന്നു. കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിക്കെതിരെയും കടുത്ത വിമർശനമാണ് ലേഖനത്തിലുള്ളത്. പാർട്ടിയിൽ അംഗമായി 2 മാസത്തിനകം അധ്യക്ഷയായ ആളാണ് സോണിയ. സോണിയയുടെ പിതാവ് ഇറ്റലിയിലെ ഫാസിസ്റ്റ് സേനയിലെ അംഗമായിരുന്നെന്നും ലേഖനത്തിൽ വ്യക്തമാക്കുന്നു. ലേഖനം വിവാദമായതോടെ ബൈലൈനില്ലാതെ പ്രസിദ്ധീകരിച്ച ലേഖനം ആരാണ് എഴുതിയതെന്നറിയില്ലെന്നും സംഭവത്തിൽ ഖേദിക്കുന്നുവെന്നും അറിയിച്ച് മുംബൈ കോൺഗ്രസ് പ്രദേശ് അധ്യക്ഷനും ചീഫ് എഡിറ്ററുമായ സഞ്ജയ് നിരുപം രംഗത്തെത്തി. മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ശിവസേന പാകിസ്ഥാനുമായി സൗഹൃദം സ്ഥാപിക്കുന്നത് അപകടമെന്ന് ശിവസേന മുഖപത്രം സാബ്ന മുന്നറിയിപ്പ് നൽകുന്നു. അദ്വാനിയുടെയും വാജ്പേയിയുടെയും അനുഭവം ഉദാഹരണമാണ്. ജിന്ന ശവകുടീരം സന്ദർശിച്ച അദ്വാനിക്ക് അധികാരത്തിൽ തുടരാനായില്ല. അതുപോലെ ലാഹോറിലേക്ക് ബസ് യാത്ര നടത്തിയ വാജ്പേയിയുടെ അനുഭവവും മോശമായിരുന്നു. കോൺഗ്രസ് നേതാക്കൾ പാകിസ്ഥാനിലേക്ക് പെട്ടെന്ന് സന്ദർശനം നടത്തിയാൽ എന്താകും പ്രതികരണമെന്നും സാബ്ന ചോദിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അപ്രതീക്ഷിത പാക് സന്ദർശനത്തെ വിമർശിച്ച് സഖ്യകക്ഷിയായ ശിവസേന രംഗത്തെത്തി. മുഖപത്രമായ സാമ്നയിലാണ് നരേന്ദ്രമോദിയുടെ ലാഹോർ സന്ദർശനത്തിലെ എതിർപ്പ് ശിവസേന വ്യക്തമാക്കിയത്. ലക്ഷക്കണക്കിന് നിരപരാധികളായ ഇന്ത്യക്കാരുടെ രക്തം വീണ രാജ്യമാണ് പാകിസ്ഥാൻ. അവരുമായി അടുക്കാൻ ശ്രമിച്ച നേതാക്കളാരും രാഷ്ട്രീയത്തിൽ അധികം വാണിട്ടില്ല. LK അദ്വാനിയുടെയും AB വാജ്പേയിയുടെയും ഉദാഹരണം കാണിച്ചായിരുന്നു ശിവസേനയുടെ മുന്നറിയിപ്പ്. അദ്വാനി മുഹമ്മദ് അലി ജിന്നയുടെ ശവകുടീരം സന്ദർശിക്കുകയും ജിന്നയെ പ്രകീർത്തിച്ച് സംസാരിക്കുകയും ചെയ്തു. ഇതിനുശേഷം അദ്വാനിയുടെ രാഷ്ട്രീയ ഭാവി പ്രതിസന്ധിയിലേക്ക് നീങ്ങി. ലാഹോറിലേക്ക് ബസ് യാത്ര നടത്തിയ AB വാജ്പേയി മുഷറഫിനെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു. എന്നാൽ തുടർന്ന് വാജ്പേയി നേതൃത്വത്തിന് അധികാരത്തിൽ തിരിച്ചെത്താനായില്ലെന്നും മുഖപ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. അതിർത്തി കടന്നുള്ള ഭീകരവാദം പാകിസ്ഥാൻ പിന്തുണയ്ക്കുന്നു. മുംബൈ ഭീകരാക്രമണത്തിലെ പ്രതികൾക്ക് പാകിസ്ഥാൻ അഭയം നൽകുന്നു. ഇതിനിടയിൽ പാകിസ്ഥാൻ സന്ദർശിച്ച നരേന്ദ്രമോദി രാജ്യത്തിന്റെ പ്രതിച്ഛായ മോശമാക്കിയെന്നും ശിവസേന മുഖപ്രസംഗത്തിൽ അഭിപ്രായപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഡൽഹിയിലെ ദാദ്രി കൊലപാതകം വഴിത്തിരിവിലേക്ക്. കൊല്ലപ്പെട്ട അഖ്ലഖിന്റെ വീട്ടിലുണ്ടായിരുന്നത് ആട്ടിറച്ചിയെന്ന് റിപ്പോർട്ട്. വെറ്റിനറി ഓഫീസറാണ് റിപ്പോർട്ട് നൽകിയത്. ബീഫ് വീട്ടിൽ സൂക്ഷിച്ചെന്നാരോപിച്ച് സംഘപരിവാർ നടത്തിയ ആക്രമണത്തിലായിരുന്നു അഖ്ലഖ് കൊല്ലപ്പെടുന്നത്. ദാദ്രിയിൽ ഹിന്ദുത്വവാദികൾ തല്ലിക്കൊന്ന മധ്യവയസ്കന്റെ വീട്ടിലെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്നത് മട്ടനായിരുന്നുവെന്നാണ് വിദഗ്ധ റിപ്പോർട്ട്. ഇറച്ചി പരിശോധിച്ച വെറ്റിനറി ഓഫീസർ നൽകിയ റിപ്പോർട്ടിലാണ് ആട്ടിറച്ചി എന്ന സ്ഥിരീകരണം. മധ്യവയസ്കന്റെ വീട്ടിൽ പശുവിറച്ചി സൂക്ഷിച്ചെന്നാരോപിച്ചായിരുന്നു 15-അംഗ സംഘം മധ്യവയസ്കനെ തല്ലിക്കൊന്നത്. ഫോറൻസിക് പരിശോധനയിലും മധ്യവയസ്കന്റെ വീട്ടിൽ സൂക്ഷിച്ചിരുന്നത് ബീഫല്ലെന്ന് കണ്ടെത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് വെറ്റിനറി ഡോക്ടർമാരുടെ വിദഗ്ധ റിപ്പോർട്ടിലും ഈ സ്ഥിരീകരണമുള്ളത്. BJP പ്രാദേശിക നേതാവിന്റെ മകനടക്കമുള്ളവരെ പോലീസ് പ്രതിയേർത്തിരുന്നു. മുഹമ്മദ് അഖ്ലഖിന്റെ കുടുംബം പശുവിനെ കൊന്ന് ഭക്ഷിച്ചെന്ന് അടുത്തുള്ള ക്ഷേത്രത്തിൽ അറിയിപ്പുണ്ടായതിനെ തുടർന്നാണ് ഹിന്ദുത്വവാദികൾ വീടാക്രമിച്ച് 52-കാരനായ അഖ്ലഖിനെ തല്ലിക്കൊന്നത്. വീട്ടിലെ ഫ്രിഡ്ജിൽ മാംസകഷ്ണങ്ങൾ കണ്ടതോടെ ഇവർ ആക്രമിക്കുകയായിരുന്നു എന്നാണ് പോലീസ് കുറ്റപത്രത്തിലും പറയുന്നത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. ചാണ്ടി ഉമ്മനും മുഖ്യമന്ത്രിക്കുമെതിരെ ബിജു രാധാകൃഷ്ണൻ. ചാണ്ടി ഉമ്മനെതിരായ തെളിവുകൾ കോടതിയിൽ ഏൽപ്പിക്കും. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് അന്വേഷണം നേരിട്ടാൽ തെളിവുകൾ ഉണ്ടാകുമെന്ന് ബിജു രാധാകൃഷ്ണൻ പറഞ്ഞു. ചാണ്ടി ഉമ്മനുമായിട്ടുള്ള മറ്റുള്ള കാര്യങ്ങളും ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഹിഡൻ എഗ്രിമെന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. മുഖ്യമന്ത്രിക്ക് ബിജു രാധാകൃഷ്ണനെ കള്ളനോ കൊലപാതകിയെന്നോ പറയാൻ യാതൊരു അർഹതയുമില്ല. അങ്ങനെയാണെങ്കിൽ ചങ്കൂറ്റമുണ്ടെങ്കിൽ രാജ്യത്തെ ശുദ്ധമായ അന്വേഷണത്തെ നേരിടട്ടെ. അങ്ങനെയാണെങ്കിൽ അന്നേരം പറയാം ആരാണ് യഥാർത്ഥ കള്ളനും കൊലപാതകിയും. ഡൽഹി ക്രിക്കറ്റ് അഴിമതിയിൽ അരുൺ ജെയ്റ്റ്ലിക്കെതിരെ കൂടുതൽ ആരോപണങ്ങളുമായി കീർത്തി ആസാദ്. എല്ലാ നിയമവിരുദ്ധ നടപടികളുടെയും ധാർമ്മിക ഉത്തരവാദിത്തം ജെയ്റ്റ്ലിക്കാണെന്ന് കീർത്തി കുറ്റപ്പെടുത്തി. അതിനിടെ അഴിമതിയിൽ അന്വേഷണം ആരംഭിച്ചതായി ഏകാംഗ കമ്മീഷൻ ഗോപാൽ സുബ്രഹ്മണ്യം അറിയിച്ചു. ആർക്കും ക്ലീൻ ചിറ്റ് നൽകിയിട്ടില്ലെന്ന് AP നേതാവ് മനീഷ് സിസോദിയ പറഞ്ഞു. ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഓഫീസിൽ CBI റെയ്ഡ് നടത്തിയത് ജെയ്റ്റ്ലിക്കെതിരെയുള്ള അഴിമതി രേഖകൾ പിടിച്ചെടുക്കാൻ തന്നെയായിരുന്നെന്ന് പറഞ്ഞാണ് BJP MP കീർത്തി ആസാദ് ഇന്ന് രംഗത്തെത്തിയത്. ദില്ലി ക്രിക്കറ്റ് കൗൺസിൽ തലവനായിരിക്കെ നടന്ന എല്ലാ നിയമവിരുദ്ധ നടപടികളുടെയും ഉത്തരവാദിത്വം ജെയ്റ്റ്ലിക്ക് തന്നെയാണെന്നും ആസാദ് പറഞ്ഞു. കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി ആവശ്യപ്പെട്ടിട്ടല്ല പാർലമെന്റിൽ ആരോപണം ഉന്നയിച്ചതെന്നും കീർത്തി ആസാദ് വ്യക്തമാക്കി. इस प्रकार से संसद की गरिमा को गिराना, अध्यक्ष के पद को तौहीन करना किसी भी एक अच्छे संसदीय किसी भी पॉलिटिकल पार्टी को सही नहीं है. इस प्रकार से नहीं करना चाहिए. പാർട്ടിക്കെതിരെ താൻ പ്രവർത്തിച്ചിട്ടില്ല. അഴിമതി പുറത്തു കൊണ്ടുവരികയാണ് താൻ ചെയ്തത്. ഇക്കാര്യത്തിൽ എന്തുകൊണ്ട് CBI അന്വേഷണം നടത്താത്തതെന്നും BJP MP ചോദിച്ചു. അതേസമയം DDC അഴിമതിയിൽ അന്വേഷണം ആരംഭിച്ചതായി ഗോപാൽ സുബ്രഹ്മണ്യം കെജ്രിവാളിനെ അറിയിച്ചു. തങ്ങൾ ആർക്കും ക്ലീൻ ചീറ്റ് നൽകിയിട്ടില്ലെന്ന് ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയും വ്യക്തമാക്കി.
എന്നാൽ കെജ്രിവാൾ അനാവശ്യ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണെന്ന് പറഞ്ഞ് BJP പ്രവർത്തകർ കെജ്രിവാളിന്റെ വസതിയിലേക്ക് മാർച്ച് നടത്തിയത് സംഘർഷത്തിൽ കലാശിച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി. 10 ലക്ഷത്തിന് മുകളിൽ വാർഷിക വരുമാനമുള്ളവർക്ക് LPG സബ്സിഡിയില്ല. ഉപഭോക്താക്കളുടെ പങ്കാളിക്ക് 10 ലക്ഷത്തിന് മേൽ വരുമാനമുണ്ടെങ്കിലും സബ്സിഡി റദ്ദാക്കും. അടുത്ത മാസം മുതൽ നിയന്ത്രണം നിലവിൽ വരും. നിരവധി കുടുംബങ്ങൾക്ക് സബ്സിഡി ഇല്ലാതാകും. റബ്ബർ കർഷകരോടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ച് PC ജോർജ് ഉപവാസ സമരം സംഘടിപ്പിച്ചു. കോട്ടയം ഗാന്ധി സ്ക്വയറിൽ രാവിലെ 8 മണിക്കാണ് ഉപവാസ സമരം ആരംഭിച്ചത്. റബ്ബർ കർഷകരോടുള്ള കേന്ദ്ര സർക്കാർ അവഗണന അവസാനിപ്പിക്കണമെന്ന് ജോർജ് ആവശ്യപ്പെട്ടു. റബ്ബർ വിലയിടിവ് മൂലം കർഷകർ പ്രതിസന്ധിയിലായിരിക്കെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപടി സ്വീകരിക്കാത്ത സാഹചര്യത്തിലാണ് PC ജോർജിന്റെ നേതൃത്വത്തിൽ ഏകദിന ഉപവാസ സമരം സംഘടിപ്പിച്ചത്. കോട്ടയം ഗാന്ധി സ്ക്വയറിൽ രാവിലെ 8-ന് തുടങ്ങിയ ഉപവാസ സമരം CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. റബ്ബറിനെ കാർഷിക വിളയായി സർക്കാർ പ്രഖ്യാപിച്ച് നടപടികൾ സ്വീകരിക്കണമെന്ന് കാനം ആവശ്യപ്പെട്ടു. ശ്രീ KM മാണി ധനമന്ത്രി അദ്ദേഹം റബ്ബർ കൃഷിക്കാർക്ക് വേണ്ടി ജനിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന ആളാണ് എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. അദ്ദേഹം 300 കോടി പ്രഖ്യാപിച്ചല്ലോ. എത്ര ചെലവാക്കി? കൃഷിക്കാർക്ക് വേണ്ടി എന്ത് ചെയ്തു? റബ്ബറിന്റെ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകണമെങ്കിൽ ഈ 10 ലക്ഷം കൃഷിക്കാർ ഉൽപ്പാദിപ്പിക്കുന്ന റബ്ബറിനെ ഒരു കാർഷിക വിളയായി കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ പ്രഖ്യാപിച്ചു. വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ഉഴവൂർ വിജയൻ, സുരേഷ് കുറുപ്പ്, കുട്ടനാട് വികസന സമിതി ചെയർമാൻ തോമസ് പീലിയാനിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. യാക്കോബായ സഭ, ചങ്ങനാശ്ശേരി രൂപത എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ഇതിനു പുറമെ വിവിധ സംഘടനകളും PC ജോർജിന്റെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഉപവാസ സമര പന്തലിലെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. മണ്ഡലകാലം അവസാനിച്ചപ്പോൾ ശബരിമലയിലെ വരുമാനത്തിൽ മുൻ വർഷത്തിനേക്കാൾ 10 കോടി രൂപയുടെ കുറവ്. 130 കോടി രൂപയാണ് ഇത്തവണത്തെ നടവരവ്. കഴിഞ്ഞ വർഷം ഇത് 141 കോടിയായിരുന്നു. വെള്ളപ്പൊക്കം കാരണം തമിഴ്നാട്ടിൽ നിന്നുള്ള തീർത്ഥാടകരുടെ വരവ് കുറഞ്ഞതാണ് വരുമാനം കുറയാൻ കാരണം. മണ്ഡലകാലം അവസാനിക്കുമ്പോൾ ഒടുവിലത്തെ കണക്കനുസരിച്ച് 130 കോടി 75 ലക്ഷം രൂപയാണ് ശബരിമലയിലെ നടവരവ്. കഴിഞ്ഞ വർഷം ഇക്കാലത്ത് നടവരവ് 141 കോടി 64 ലക്ഷം രൂപയായിരുന്നു. 141 കോടിയായിരുന്നു. ഈ പ്രാവശ്യം അത് 130 കോടിയേ ഉള്ളൂ. ഏതാണ്ട് 10 കോടിയുടെ കുറവുണ്ട്. കാണിക്കയായി ഈ വർഷം 49 കോടി 58 ലക്ഷത്തി 58,462 രൂപയാണ് ലഭിച്ചത്. കഴിഞ്ഞ വർഷം ഇത് 54 കോടി 17 ലക്ഷത്തി 23,546 രൂപയായിരുന്നു. ഇങ്ങനെ എല്ലാ ഇനങ്ങളിൽ നിന്നുള്ള വരുമാനത്തിലും ഈ സീസണിൽ ഗണ്യമായ കുറവുണ്ടായി. വെള്ളപ്പൊക്കത്തെ തുടർന്ന് തമിഴ്നാട്ടിൽ നിന്നുള്ള തീർത്ഥാടകരുടെ വരവ് കുറഞ്ഞതാണ് വരുമാനം കുറയാൻ പ്രധാന കാരണം. ആന്ധ്രാപ്രദേശ്, തെലങ്കാന സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന തീർത്ഥാടകരുടെ എണ്ണത്തിലും കുറവുണ്ടായി. മണ്ഡലകാലം ആരംഭിച്ച് 1 മാസം പിന്നിട്ട ശേഷമാണ് തീർത്ഥാടകരുടെ വരവ് കാര്യമായി വർദ്ധിച്ചത്. മണ്ഡലകാലത്തെത്തിയ തീർത്ഥാടകരുടെ എണ്ണത്തിൽ കുറവുണ്ടായെങ്കിലും മകരവിളക്ക് മഹോത്സവത്തിന് തീർത്ഥാടക പ്രവാഹമുണ്ടാകുമെന്നാണ് ദേവസ്വം ബോർഡ് അധികൃതരുടെ പ്രതീക്ഷ. ന്യൂസ് ബ്യൂറോ, സന്നിധാനം. ഇടപ്പാളിൽ KT ജലീൽ MLA-യുടെ പുസ്തകം പ്രകാശനം ചെയ്ത ചലച്ചിത്ര താരം മമ്മൂട്ടി സംസാരിക്കുന്നു. തത്സമയം. ഈ ഭാഗത്തൊന്നും അങ്ങനെ ഒരു പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. ഷൂട്ടിങ്ങിനായിട്ട് അവിടെ ഇവിടെയൊക്കെ വന്നിട്ടുണ്ട്. ഒരുപാട് കാലമായിട്ട് MLA ജലീൽ എന്നെ ക്ഷണിക്കുന്നുണ്ട് എന്തെങ്കിലും ഒരു പരിപാടിക്ക് ഇവിടെ വരണമെന്ന്. പല ആളുകളും പിടിച്ചുകൊണ്ട് ഇന്നാണ് എല്ലാം ഒത്തുവന്നത്. നമ്മുടെ മലബാർ സംസ്കാരത്തിൻ്റെ ആരംഭം അല്ലെങ്കിൽ മലബാർ തുടങ്ങുന്ന ഈ ഭാഗത്തു നിന്നൊക്കെയാണ്. അപ്പോൾ ഈ മലബാർ കലാപത്തിനെ പറ്റിയുള്ള ഒരു പുനർവായന എന്ന് പറയുന്ന പുസ്തകം പ്രകാശനം ചെയ്യാൻ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. മറ്റൊന്നുമല്ല, ഒരു കാരണം മലബാർ കലാപത്തെ അധികരിച്ച് ഒരു സിനിമ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് പലർക്കും ഓർമ്മ കാണും, 1921. അതിൽ ഒരു ചരിത്രത്തിൽ വളരെ പ്രധാനം അല്ലാത്ത ഒരു കഥാപാത്രമാണ് ഞാൻ അഭിനയിച്ച കുഞ്ഞിക്കാദർ എന്ന് പറഞ്ഞ കാദർ. ആ സിനിമയിൽ പക്ഷേ സിനിമയ്ക്ക് വേണ്ടി ആ കഥാപാത്രത്തെ ഒന്ന് വളർത്തിയെടുക്കുകയും അതൊരു നായക സ്ഥാനത്തേക്ക് സങ്കല്പിക്കുകയും ചെയ്തിട്ടുള്ള കഥാപാത്രമാണ് കാദർ. ഒരു പരിധിവരെ ചരിത്രത്തോട് വളരെ സത്യസന്ധമായ അല്ലെങ്കിൽ നീതി പുലർത്തിയ ഒരു സിനിമയായിരുന്നു ഒരു പരിധിവരെ അത്. സിനിമയ്ക്ക് വേണ്ടിയുള്ള ഒരല്പം മസാലയും ഒരല്പം അതിഭാവുകത്വവും ഒക്കെ കലർന്നെങ്കിലും പലപ്പോഴും സത്യത്തോടും ചരിത്രത്തോടും നീതി പുലർത്താൻ സാധിച്ചിട്ടുള്ള ഒരു സിനിമയായിരുന്നു. ഈ പുസ്തകം വായിക്കുമ്പോഴും എനിക്ക് ആ സിനിമയുടെ പല രംഗങ്ങളും ഓർമ്മ വന്നിരുന്നു.
അതാണ് ഞാൻ കുറച്ചുകൂടെ ആ സിനിമയുടെ ആധികാരികതയെപ്പറ്റി സന്തോഷിക്കുന്നത്. KT ജലീൽ ഒരു നിയമസഭാ സാമാജികൻ എന്നതിനപ്പുറത്തേക്ക് ഒരു എഴുത്തുകാരനാണ്, സാഹിത്യകാരനാണ്. അദ്ദേഹത്തിൻ്റെ ഡോക്ടറേറ്റിനുള്ള തീസിസാണ് ഈ പുസ്തകം. തീസിസാണ് പുസ്തകമായിട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. പക്ഷേ ഇതൊരു പക്ഷേ ഒരു ആധികാരികമായ പുസ്തകമായി മാറിയേക്കാവുന്നതാണ്. ഒരു ചരിത്ര ഗ്രന്ഥം അല്ലെങ്കിൽ ഒരു റെഫറൻസ് ബുക്കായിട്ട് മാറും ഭാവിയിലെന്ന് ഞാൻ വിചാരിക്കുന്നു. പുസ്തകത്തെപ്പറ്റി വളരെ വിശദമായിട്ട് പറയാൻ മാത്രമുള്ള സാഹിത്യ വിവരമൊന്നും എനിക്കില്ല. ശ്രീ ആലങ്കോട് ലീലാകൃഷ്ണൻ ഒരുപക്ഷെ ഇത്രയും മനോഹരമായിട്ടൊരു പുസ്തകത്തെപ്പറ്റി പറയുമ്പോൾ അതിനപ്പുറത്തേക്ക് അല്ലെങ്കിൽ അതിന് വളരെ താഴെ നിന്ന് പോലും അതിനെപ്പറ്റി പറയാനുള്ള ഒരു അറിവൊന്നും എനിക്കില്ല. ഞാൻ നിങ്ങളൊക്കെ കാണുന്ന പോലെ മറ്റുള്ള ആളുകൾ എഴുതി വെച്ച സംഭാഷണ ശകലങ്ങൾ എനിക്ക് കഴിയുന്ന രീതിയിൽ പറഞ്ഞിട്ടാണ് ഞാൻ സാധാരണ നിങ്ങളുടെ മുമ്പിൽ വരുന്നത്. അതിനപ്പുറത്തേക്ക് സ്വന്തമായ ഒരു വലിയ വാചകമടിയൊന്നും എനിക്ക് വലിയ പരിചയമില്ല. ഏതായാലും ഇങ്ങനെ ഒരു സായാഹ്നത്തിൽ സാധാരണ ഇതിനു മുമ്പും പല പുസ്തക പ്രകാശനത്തിനുമൊക്കെ എന്നെ വിളിച്ചിട്ടുണ്ട്. അതൊരു ചെറിയ ഹാളിൽ ഒരു 100-500 ആളിൽ കൂടുതലൊന്നും ഒരു പുസ്തക പ്രകാശനത്തിന് സാധാരണ കാണാറില്ല. ഒരു പുസ്തക പ്രകാശനത്തിനെ സംബന്ധിച്ചിടത്തോളം പുസ്തകത്തിൻ്റെ പ്രാധാന്യം പോലെ തന്നെ ഇത്രയും ആളുകൾ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിൻ്റെ ഒരു മഹാത്ഭുതമാണ് എനിക്ക്. ഒരുപക്ഷെ ഈ സമ്മേളനത്തിൻ്റെ പ്രത്യേകതയാവാം, പങ്കെടുക്കുന്ന ആളുകളുടെ പ്രാധാന്യമാകാം, ഇത്രയും വലിയൊരു ജനസമൂഹം, ഇത്രയും വലിയൊരു ജനക്കൂട്ടം തികച്ചും വളരെ ആഹ്ലാദം പകരുന്ന ഒന്നാണ്. എന്നേക്കാൾ ഒരുപാട് മികച്ച വ്യക്തികളാണ് ഈ സ്റ്റേജിലിരിക്കുന്നത്. ആർട്ടിസ്റ്റ് നമ്പൂതിരി തുടങ്ങി പലരും. ഇനിയും പുസ്തകത്തെപ്പറ്റി വളരെ ആധികാരികമായി സംസാരിക്കാനും വിശകലനം ചെയ്യാനും ഒക്കെ ഒരുപക്ഷെ നിങ്ങൾ കഴിഞ്ഞോ കേട്ട് കാണോ എന്നറിയില്ല. സാധാരണ നമ്മുടെ സാഹിത്യ സദസ്സുകളിൽ പലപ്പോഴും പലരും ആശങ്കപ്പെടാറുള്ളത് വായന മലയാളികൾക്കിടയിൽ കുറയുന്നുണ്ടോ എന്നുള്ളൊരു ആശങ്ക എപ്പോഴും അവർ പ്രകടിപ്പിക്കാറുണ്ട്. പക്ഷേ ഇതേപോലെ വേറൊരു സാഹിത്യ സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ടി വന്നപ്പോൾ എനിക്കറിയാൻ സാധിച്ചത് ഒരു സാധാരണ മലയാളി, ശരാശരി മലയാളി 17,000 രൂപയോളം ഒരു വർഷം പത്രമാസികകൾക്കും പുസ്തകങ്ങൾക്കുമായി ചെലവാക്കുന്നുവെന്നാണ് ഒരു മലയാളി. എനിക്ക് വളരെയേറെ അഭിമാനം തോന്നി. സാക്ഷരര് എന്ന് നമ്മൾ അഭിമാനിക്കുന്നതുപോലെ നമ്മൾ ഇത്രത്തോളം പുസ്തകങ്ങളോ അല്ലെങ്കിൽ ഇത്രത്തോളം ആനുകാലിക പ്രസിദ്ധീകരണങ്ങളോ വായിക്കാൻ ചിലവഴിക്കുന്നു എന്നുള്ളതൊരു വലിയ അത്ഭുതമാണ്. അതൊരു പക്ഷേ നമ്മുടെ പെർ ക്യാപിറ്റ ഇൻകത്തിൽ വളരെ ഭീമമായ ഒരു സംഖ്യയാവാം. ഒരു സാധാരണക്കാരന് 17,000 രൂപ ഒരു വർഷമെന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ്. പക്ഷേ എങ്കിലും അത്രത്തോളം പണം ചിലവാക്കി, ശരാശരി പണം ചിലവാക്കി അറിവ് നേടുവാനും വായിക്കാനും വായന അനുഭവം ഉണ്ടാക്കുവാനും ഒരു മലയാളി ചിലവാക്കുക എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ മറ്റൊരു ഭാഷക്കാരനും അവകാശപ്പെടാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു വലിയ നേട്ടമാണ്. നമ്മൾ വെറും സാക്ഷരരെന്ന് മാത്രം അഭിമാനിക്കുന്നതിനപ്പുറത്തേക്ക് സാക്ഷരത അറിവിൻ്റെ ഒരു പടിയാണ്, അറിവിൻ്റെ ഒരു പുതിയ വാതായനമാണ്, വായിച്ചറിയാനുള്ള ആരംഭം എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. തീർച്ചയായിട്ടും ഓരോ പുസ്തകമേളകളിലും ഞാൻ പങ്കെടുക്കുമ്പോൾ അന്ന് അവിടെ ചെലവാക്കപ്പെടുന്ന വിറ്റഴിയുന്ന പുസ്തകങ്ങളുടെ എണ്ണം കേട്ടാൽ തന്നെ നമുക്ക് അത്ഭുതം തോന്നുന്നു. ഈ അടുത്ത കാലത്ത് തൃശ്ശൂർ ഞാൻ ഒരു പുസ്തകമേളയിൽ പങ്കെടുത്തപ്പോൾ ആകെ 3 ദിവസം പുസ്തകമേള നടത്തിയിൽ അവർക്ക് 1,20,00,000 രൂപയുടെ പുസ്തകമാണ് ചെലവഴിച്ചത്. തൃശ്ശൂർ പോലുള്ള ഒരു നഗരത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ പ്രാന്തപ്രദേശങ്ങളിൽ നിന്ന് വന്നു ചേരാവുന്നതും വാങ്ങിക്കാവുന്നതുമായിട്ടുള്ള ഒരു പരിധിയുണ്ട്. അത് 1,20,00,000 മുകളിൽ പോവുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും മലയാള ഭാഷ നമ്മൾ സംസാരിക്കുന്നത് പുതിയ തലമുറ കുറച്ച് കുറവാണെങ്കിലും മലയാള ഭാഷയിൽ എഴുതപ്പെട്ട പുസ്തകങ്ങൾ ഒരുപാട് വായിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു വലിയ സന്തോഷകരമായ കാര്യം. ഈ പുസ്തക പ്രകാശനം ഒരുപക്ഷെ ഈ നാടിൻ്റെ സംസ്കാരത്തിൻ്റെ ഒരു പ്രകാശമായി മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു.
നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായ നമ്മുടെ സാഹിത്യവും സിനിമയും സംഗീതവും മറ്റു കലകളുമൊക്കെ ഒരുപാട് ഈ പ്രാന്തപ്രദേശങ്ങളിലാണ് വളർന്നത്, നമ്മുടെ തനത് കലകൾ പലതും. ഈ കാലത്ത് ഈ കൂടി നിൽക്കുന്ന എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരുപാട് മഹൽ സംഭവങ്ങൾ ഈ നിളയുടെ തീരത്ത്, ഈ തീരത്ത് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതും ഈ സായാഹ്നവും അങ്ങനെ ഓർമ്മിക്കപ്പെടേണ്ട ഒരു സായാഹ്നമായി മാറട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് നല്ല വായനാ ദിനങ്ങൾ എല്ലാവർക്കും ആശംസിച്ചുകൊണ്ടും ഞാൻ എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്ന. നമസ്കാരം. വരകളും വർണ്ണങ്ങളും വെറും കാഴ്ചകൾക്കും അപ്പുറത്ത് എടപ്പാളിൽ KT ജലീൽ MLA യുടെ പുസ്തകം പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മമ്മൂട്ടി.